ഒരു ഹെലികോപ്റ്റർ എന്നത് ഒരു തരം റോട്ടോർ ക്രാഫ്റ്റ് ആണ്. അതിൽ ഒന്നോ അതിലധികമോ തിരശ്ചീനമായി കറങ്ങുന്ന റോട്ടോറുകളാണ് ലിഫ്റ്റും ത്രസ്റ്റും നൽകുന്നത്. ഇതിന് വിപരീതമായി ഓട്ടോഗൈറോ, ഗൈറോഡൈൻ എന്നിവയ്ക്ക് ഫ്ലൈറ്റ് എളുപ്പ വലിപ്പത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ ഭാഗത്തു നിന്നും ഒരു സ്വതന്ത്ര സ്പിന്നിംഗ് റോട്ടർ ഉണ്ട്. ഇത് ക്രാഫ്റ്റിനെ മുന്നോട്ട് നയിക്കുന്നതിന് ഒരു പ്രത്യേക ത്രസ്റ്റ് സിസ്റ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെ വായുപ്രവാഹം റോട്ടർ സ്പിന്നിങ്ങിനെ ലിഫ്റ്റ് നൽകുന്നത് സജ്ജമാക്കുന്നു. കോമ്പൗണ്ട് ഹെലികോപ്റ്ററിന് ഒരു പ്രത്യേക ത്രസ്റ്റ് സിസ്റ്റവും ഉണ്ട്, പക്ഷേ സാധാരണ ഫ്ലൈറ്റിൽ ഉടനീളം റോട്ടോറിന് വൈദ്യുതി നൽകുന്നതിന് തുടരുന്നു. US ഫെഡറൽ ചട്ടങ്ങൾ പറയുന്നത് ഹെലികോപ്റ്റർ എന്നാൽ ഒരു റോട്ടോർ ക്രാഫ്റ്റ് എന്നാണ്. അതിന്റെ തിരശ്ചീന ചലനത്തിന് പ്രധാനമായും അതിന്റെ എഞ്ചിൻ ഡ്രൈവ് ചെയ്ത റോട്ടോറുകളെ ആശ്രയിച്ചിരിക്കുന്നു. റോട്ടോർ സിസ്റ്റം, അല്ലെങ്കിൽ കൂടുതൽ ലളിതമായി പറഞ്ഞാൽ ലിഫ്റ്റ് സൃഷ്ടിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ഭ്രമണം ചെയ്യുന്ന ഭാഗമാണ് റോട്ടോർ സിസ്റ്റം. പ്രധാന റോട്ടോറുകൾ ലംബമായി ലിഫ്റ്റ് നൽകുന്നത് പോലെ ഒരു റോട്ടോർ സിസ്റ്റം തിരശ്ചീനമായി മൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രധാന റോട്ടോറുകളിൽ നിന്നുള്ള ടോർക്കിനെ പ്രതിരോധിക്കാൻ തിരശ്ചീനമായ ത്രസ്റ്റ് നൽകുന്നതിന് ടെയിൽ റോട്ടർ പോലെ ലംബമായി മൗണ്ട് ചെയ്യാം. റോട്ടോറിൽ ഒരു മാസ്റ്റ്, ഹബ്, റോട്ടോർ ബ്ലേഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ട്രാൻസ്മിഷനിൽ നിന്ന് മുകളിലേക്ക് ഒരു സിലിണ്ടർ ലോഹ ഷാഫ്റ്റാണ് മാസ്റ്റ്. മാസ്റ്റിന്റെ മുകളിൽ ഹബ്ബ് എന്നറിയപ്പെടുന്ന റോട്ടോർ ബ്ലേഡുകൾക്കായുള്ള അറ്റാച്ച്മെന്റ് പോയിന്റ് ഉണ്ട്. റോട്ടോർ ബ്ലേഡുകൾ എങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നുവെന്നും ഹബുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെ നീങ്ങുന്നുവെന്നും അതിനനുസരിച്ച് പ്രധാന റോട്ടോർ സിസ്റ്റങ്ങളെ തരംതിരിക്കുന്നു. 3 അടിസ്ഥാന തരങ്ങളുണ്ട്: ഹിഞ്ചിലെസ്, ഫുള്ളി ആർട്ടിക്കുലേറ്റഡ്, ടീറ്ററിംഗ്. ചില ആധുനിക റോട്ടോർ സിസ്റ്റങ്ങൾ ഇവയുടെ സംയോജനമാണ് ഉപയോഗിക്കുന്നതെങ്കിലും